നമസ്കാരം. നേര് എന്ന സിനിമ മോഹൻലാലിന്റെ തലയിൽ വര മാറ്റി എഴുതുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട മോഹൻലാലിനെതിരെ രംഗത്തെത്തുന്നത് അഡ്വക്കേറ്റ് BA ആളൂറാണ്. മോഹൻലാൽ, ജീത്തു ജോസഫ് എന്നിവരുടെ നേര സിനിമ തന്റെ കഥ മോഷ്ടിച്ചതാണ് എന്നും ട്രെയിലർ കണ്ട് അത് ഉറപ്പുവരുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് റിട്ട് ഹർജി എത്തുന്നത്. 21-ന് റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയുടെ റിലീസ് അടിയന്തരമായി തടയണം എന്നും പകർപ്പവകാശ നിയമങ്ങൾ ഉൾപ്പെടെ ചുമത്തിയും മോഷണം ചുമത്തിയും നേര സിനിമയുടെ മുഴുവൻ കോപ്പികളും പിടിച്ചെടുക്കണം എന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. അഡ്വക്കേറ്റ് BA ആളൂർ മുഖേന സിനിമാ പ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ദീപു K ഉണ്ണിയാണ് ഹർജി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. ഹർജിയിൽ മോഹൻലാൽ, ജീത്തു ജോസഫ്, അഡ്വക്കേറ്റ് ശാന്തിപ്രിയ, ആന്റണി പെരുമ്പാവൂർ എന്നിവർ എതിർകക്ഷികളാണ്. ദൃശ്യം സിനിമ തന്റെ കഥയായിരുന്നു എന്നും താൻ എഴുതിയ തിരക്കഥ ജിത്തു ജോസഫുമായി ചർച്ച ചെയ്തുവെന്നും ഹർജിക്കാരൻ പറയുന്നു. ജിത്തു ജോസഫിന്റെ വീട്ടിലും തുടർന്ന് മാരിയറ്റ് ഹോട്ടലിലും നിരവധി തവണ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം ജിത്തു ജോസഫ് തന്നെ ഒഴിവാക്കി കഥ കൈവശപ്പെടുത്തുകയും സിനിമയാക്കുകയും ചെയ്തു. അന്ന് ചർച്ച ചെയ്ത ഒരു ഫാമിലി ഡ്രാമ സ്റ്റോറി ആയിരുന്നു. ആ കഥയാണിപ്പോൾ നേര് എന്ന സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് സ്ഥിരമായി കഥ മോഷ്ടിക്കുന്ന ആളാണ്. ഇതിന്റെ തെളിവായി ദൃശ്യം സിനിമയുടെ ആദ്യത്തെ കഥയുടെ ചർച്ച ചെയ്ത കോപ്പികളുടെ സമാഹാരം പരാതിക്കാരൻ കോടതിയിൽ രേഖകളാക്കി ഹാജരാക്കി. നേര് സിനിമ ഹർജിക്കാരന്റെ കഥ മോഷ്ടിച്ചാണ് നിർമ്മിച്ചത്. അതിന്റെ യഥാർത്ഥ പകർപ്പ് കോടതിയിൽ ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. 21/12/2023 മുമ്പ് നേര് എന്ന സിനിമയുടെ റിലീസ് നിർത്താനും കോപ്പികൾ പിടിച്ചെടുക്കാനുമാണ് ഹർജിക്കാരന്റെ ആവശ്യം. നേര് സിനിമ തന്റെ കഥയുടെ ഇതിവൃത്തം മാറ്റം വരുത്തിയെടുത്തതാണ് എന്നും താനും ജിത്തു ജോസഫും കൂടി ഇരുന്ന് മൂലകഥ ചർച്ച ചെയ്തിരുന്നു എന്നതിന്റെ തെളിവും ഹർജിക്കാരൻ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം നേരത്തെ തന്നെ നേര് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയാണ് അതുമായി രംഗത്തെത്തിയത്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളെ ത്രസിപ്പിച്ചു തുടങ്ങിയ മോഹൻലാൽ എന്ന മഹാപ്രതിഭയുടെ സ്ലോ ഡെത്ത് ആരംഭിച്ചിട്ട് കുറെ കാലമായെന്നാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അന്ന് പറഞ്ഞത്. നേര് എന്ന മോഹൻലാൽ ജീത്തു ജോസഫ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സംഗീത ലക്ഷ്മണയുടെ ഈ പ്രതികരണം. അഡ്വക്കേറ്റ് ശാന്തിപ്രിയയെ നേരിലേക്ക് പരിഗണിച്ചതിന്റെ കാരണവും അഡ്വക്കേറ്റ് അക്കമിട്ട് നിരത്തുന്നുണ്ട്. അന്ത്യകൂദാശ കാത്തുകിടക്കുന്ന മോഹൻലാൽ എന്ന താരരാജാവിന് പുനർജീവൻ നൽകാനുള്ള പരിശ്രമത്തിൽ കോർട്ട് റൂം ഡ്രാമ എന്ന വിശേഷണത്തിൽ ഒരു സിനിമ പടച്ചിറക്കുമ്പോൾ കൂട്ടുപിടിക്കേണ്ടത് ശാന്തിപ്രിയയെ ആയിരുന്നില്ല. അഭിഭാഷക വൃത്തിയിൽ ശാന്തിപ്രിയയേക്കാൾ പ്രവൃത്തി പരിചയമുള്ള ഇവർ 3 പേരിൽ ഒരാൾ തന്നെയാണെന്ന് മോഹൻലാലിന് നല്ലത്, മോഹൻലാലിന് ഗുണകരം. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്തിന്? പെണ്ണൊരുമ്പിട്ടാൽ എന്നല്ലേ എന്ന് സംഗീത ലക്ഷ്മണ ചോദിക്കുന്നു. ആ കുറിപ്പിന്റെ ഒരു ഏകദേശ രൂപം ഇങ്ങനെയാണ്: അഡ്വക്കേറ്റ് TB മിനി, അഡ്വക്കേറ്റ് വിമല ബിനു, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. കേരള നാടിന് ഇവർ സുപരിചിതരാണ്. കഴിഞ്ഞ കുറേയേറെ കാലമായി നമ്മുടെ മുഖ്യധാര വാർത്താ ചാനലുകാർ നിയമവിദഗ്ധ എന്ന ലേബൽ നൽകി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന നാട്ടിലെ പ്രമുഖ വനിതാ അഭിഭാഷകരാണ് ഇവർ. നിയമ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ചർച്ചകളിൽ തികച്ചും ഏകപക്ഷീയമായതും അതുമല്ലെങ്കിൽ രാഷ്ട്രീയ അഭിമുഖ്യത്തോടെയുമുള്ള പരസ്യ നിലപാടുകളാണ് ഇവർ 3 പേരും കൈക്കൊള്ളുന്നത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതൊക്കെയാണെങ്കിലും അഭിഭാഷക വൃത്തിയിൽ സാമർഥ്യമില്ലാത്തവരോ അർപ്പണ ബോധമില്ലാത്തവരോ ആണ് മിനിയും വിമലയും ആശയും എന്ന് ഞാൻ തീരെയും കരുതുന്നില്ല. എല്ലുമുറിയെ പണിയെടുക്കുന്നവരും ഓടി നടന്ന കേസുകൾ നടത്തുന്ന അഭിഭാഷകർ തന്നെയാണ് ഇവർ 3 പേരും. എനിക്ക് തർക്കമില്ല. ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ട് എങ്കിലും എനിക്ക് ഇവരോട് തികഞ്ഞ സ്നേഹാദരവ്. ആക്ച്വലി ഇവിടെ വിഷയം ഇവരല്ല. അസ്തമയ സൂര്യൻ മോഹൻലാലിനെയും മലയാള സിനിമയിലെ സ്വയം പ്രഖ്യാപിത ലീഗൽ ത്രില്ലർ ഫിലിം മേക്കർ ജീത്തു ജോസഫിനെയും ഓന്റെ ക്രിയേറ്റീവ് മ്യൂസ് ശാന്തി മായാദേവി അഥവാ ശാന്തിപ്രിയ അഥവാ അഡ്വക്കേറ്റ് ശാന്തിയെയും കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത്. കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ വിശേഷണം കൊടുത്ത നേര് എന്നൊരു സിനിമ പടച്ചിറക്കുമ്പോൾ ശാന്തി മായാദേവിയെ പോലൊരുത്തിയുടെ കൈപിടിച്ചു പൊക്കി കാണിക്കുന്ന മോഹൻലാലിന്റെയും ജീത്തു ജോസഫിന്റെയും സൂക്കേട് എനിക്കത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എന്റെ തകരാറല്ല, തുടർന്ന് വായിക്കുമല്ലോ എന്നാണ് അവർ പറയുന്നത്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ശാന്തിപ്രിയയുടെ അച്ഛൻ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാടുള്ള അത്ര വലിയ സാമ്പത്തിക അവസ്ഥയൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലാണ് അവൾ ജനിച്ചു വളർന്നത്.
ശാന്തിപ്രിയ വിവാഹം കഴിച്ചിരിക്കുന്നത് റെയിൽവേയിൽ ചെറിയ പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകനെയാണ്. കൊച്ചി സൗത്തിലുള്ള റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. ശാന്തിപ്രിയയുടെ ഭർത്താവ് ഷിജു എറണാകുളം MP ഹൈബി ഈഡൻ നേരത്തെ MLA ആയിരുന്ന കാലത്ത് ഹൈബിയുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്തിരുന്നവനാണ്. ഹൈബിയുടെ ഡ്രൈവർ, പ്യൂൺ, ക്ലാർക്ക്, സെക്യൂരിറ്റി, കെയർ ടേക്കർ റോളുകളിൽ ജോലി ചെയ്തിരുന്നവൻ. പണമിടപാടുകളിൽ തിരിമറി നടത്തിയതിനും ഹൈബിയുടെ പേര് ദുരുപയോഗം ചെയ്തതായി ഹൈബിക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും തെളിവ് സഹിതം വിവരം ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഷിജുവിനെ ഹൈബി ഈഡൻ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുകയോ പിരിച്ചുവിടുകയോ ചെയ്തതാണ്. പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ്. അതായത് അത്യാഡംബരപൂർവമായ സുഖലോലുപ പഞ്ചനക്ഷത്രം ജീവിതം ജീവിക്കണമെങ്കിൽ ശാന്തിപ്രിയ പുറത്തുപോയി ജോലി ചെയ്ത് കൊണ്ടുവരണം. അതായിരുന്നു ശാന്തിപ്രിയയുടെ കുടുംബ പശ്ചാത്തലം. കെട്ടിയോനും കെട്ടിയോളും കൂടി ചേർന്ന് മോഹൻലാലിന്റെയും ജീത്തു ജോസഫിന്റെയും സൂക്കേട് നല്ലോണം മുതലാക്കി എടുക്കുന്നുണ്ട് എന്നത് വ്യക്തം. ഈ അവസരത്തിൽ എന്റെ ചോദ്യം ഇതാണ്. അതായത് അഭിഭാഷക വൃത്തിയിൽ ശാന്തി മായാദേവിയേക്കാൾ പ്രവൃത്തി പരിചയവും പ്രാഗൽഭ്യവും ഇവർ 3 പേർക്കും, അഡ്വക്കേറ്റ് TB മിനി, അഡ്വക്കേറ്റ് വിമല ബിനു, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ എന്നിവർക്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് മാത്രമല്ല ശാന്തി മായാദേവിക്കും തർക്കമുണ്ടാവില്ല, ഉറപ്പ്. എന്നിട്ടും നേര സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായ മോഹൻലാൽ എന്തുകൊണ്ടാണ് തിരക്കഥ എഴുതിയുണ്ടാക്കാൻ ഈ 3 വനിതാ അഭിഭാഷകരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനായി ജീത്തു ജോസഫിനോട് ശുപാർശ ചെയ്യാതിരുന്നത്? സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ജോലി നൽകി ഇവരിൽ ഒരാളെ വിലമതിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ജീത്തു ജോസഫ് കേരളത്തിലെ പ്രഗത്ഭമതികളായ ഈ 3 വനിതാ അഭിഭാഷകരിൽ നിന്ന് ഒരാളെ തന്റെ പുതിയ സിനിമയായ നേരിൽ തിരക്കഥ എഴുതാൻ കൂട്ടുകൂടാതിരുന്നത്, അവസരം നൽകാതിരുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്, എന്നാൽ ഉത്തരം പവർഫുൾ ആണ്. മോഹൻലാലിനും ജീത്തു ജോസഫിനും ശാന്തി മായാദേവി മതി എന്ന് തോന്നാനും മിനിയോ വിമലയോ ആശയോ വേണ്ട എന്ന് തോന്നാൻ കാരണങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഓരോ കാരണങ്ങളും അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ കൊടുത്തിട്ടുണ്ട്. നന്ദി.